ഹേയ്, റിയാലിറ്റി വണ്ണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അപ്പാർട്ട്മെന്റ് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് ലക്ഷറിയസ് ഫീലിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ലൊക്കേഷൻ വരുന്നത് ലാൻഡ്മാർക്ക് ട്രേഡ് സെന്റർ പന്തീരങ്കാവാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത്. 1500 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 18 ലക്ഷം രൂപക്ക് ജെയ്സൽ ഫാത്തിമ ദമ്പതികൾക്കായിട്ട് വാഫ്റ്റ് ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ള അടിപൊളി ഈ ഒരു ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ ഒരു ഫ്ലാറ്റില് എല്ലാ അപ്പാർട്ട്മെന്റിലും ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ ഇതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കയറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ് കം ഡൈനിങ് ആണ് വരുന്നത്. ഒരു വിശാലത തോന്നിക്കുന്നത് കാരണം പാർട്ടീഷനും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. ഒരു 1500 സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ ചെറിയൊരു സ്പേസ് ഉള്ളൂ, പക്ഷെ അതിലൊരു കൺജഷൻ ഫീല് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കളർ തീം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഗോൾഡ് ആൻഡ് ബീച്ച് വൈറ്റ് ഒക്കെ വരുന്ന ആ ഒരു തീമിലാണ് ഇന്റീരിയർ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരു ലക്ഷറിയസ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ലിവിങ്ങിന് തുടങ്ങാം. ലിവിങ് നോക്കിക്കഴിഞ്ഞാൽ കോർണർ സോഫ വരെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യിപ്പിച്ചതാണ്. അതേപോലെ തന്നെ ഇതിന്റെ വാളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാൾപേപ്പർ ആണ്. ഇത് വരുന്നത് PU ആണ് കേട്ടോ. PVC ആണ് വരുന്നത്. PU പെയിന്റ് അടിച്ചിട്ടുള്ളതാണ്. ആ ഒരു കളറും തീമൊക്കെ കറക്റ്റ് ആവാനും അതുപോലെ അടിപൊളിയാക്കാനും വേണ്ടിയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ആയിട്ട് ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈസ് വരുന്നത് ഈ ലിവിങ്ങും അതേപോലെ തന്നെ ഡൈനിങ് കൂടിയും കൂട്ടിയിട്ട് സൈസ് വരുന്നത് 330 630 ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഏരിയ ആണുള്ളത്. ഡൈനിങ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷറിയസ് അതായത് ഈ ഒരു തീമിനും കളർ തീമിനും ഒക്കെ മാച്ച് ആയിക്കൊണ്ട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫർണിച്ചർ ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടാണ്. ഒരു ബ്രൗൺ ടിൻറ്റഡ് വരുന്ന ഒരു മിറർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ PVC ആണ് മെറ്റീരിയൽ വരുന്നത്. PU പെയിന്റ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഗ്രൂ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ബാൽക്കണിയാണ്. ഈ ബാൽക്കണിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചാലിയാർ പുഴയൊക്കെ കാണും. അതൊക്കെ എന്തായാലും കാണിച്ചു തരാം. കർട്ടൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും ഒരു കളർ തീമിലാണ്. നമ്മൾ TV യൂണിറ്റ് കാണിച്ചിട്ടില്ല. TV യൂണിറ്റ് ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് വരുന്നത്. TV യൂണിറ്റിലും നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഗോൾഡൻ കളർ ഒക്കെ കൊടുത്തിട്ടുള്ള ഡിസൈൻ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ള ഗ്ലാസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതും ഒരു അടിപൊളിയായിട്ട് തോന്നിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഗ്രൂ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു സെയിം പാറ്റേൺ കൂടിയും ഒരു സെയിം ഡിസൈൻ കൂടിയാണ് കേട്ടോ ഇത് മൊത്തത്തിൽ ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. വാഫ്റ്റ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ആണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. ഒരു പ്രീമിയം ആൻഡ് ലക്ഷറിയസ് ലുക്ക് തോന്നിക്കുന്ന കളർ തീം ആയിക്കോട്ടെ ഇതിന്റെ എലമെന്റ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത് അത്രയും അടിപൊളിയായിട്ടാണ്. എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ എന്താണ് നമുക്ക് കാണാനുള്ളത് ബാൽക്കണിയാണ്. അതിന്റെ കാഴ്ചകളും നമുക്ക് കണ്ടിട്ട് വരാം. ഇനി നമുക്ക് കാണാനുള്ളത് ഒരു കിച്ചണാണ്. ഈ ഒരു സ്പേസിൽ കിച്ചണ് ഒരു ഭയങ്കരമായിട്ട് ഇടുങ്ങിയ രൂപത്തിൽ തോന്നിക്കാതെ അടിപൊളിയാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഫ്ലാറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരു വാള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയി ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ക്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓപ്പൺ കോൺസെപ്റ്റിലേക്കാണ് ഈ കിച്ചൺ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശാലത നമുക്ക് തോന്നിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു വാള് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അത് ഈ ഭാഗത്തായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ചെയറൊക്കെ കൊടുത്ത് ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു നീളത്തിലുള്ള ഒരു കിച്ചണാണ് വരുന്നത്. കിച്ചണിന്റെ സൈസ് 240 330 ആണ് കേട്ടോ കിച്ചണിന്റെ സൈസ് വരുന്നത്. ഈ ഒരു സൈസിലെ എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ്
ഇതിന്റെ ഒരു പ്രത്യേകത പറയുന്നത് ക്യാബിനറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ PU പെയിന്റ് അടിച്ചിട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിലൊക്കെ ഒരു ഗോൾഡൻ ഫിനിഷ്. കിച്ചൺ വരെ ഒരേ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആ ഒരു നോക്കിക്കഴിഞ്ഞാൽ ബീജ് ടോണിലാണ് അപ്പർ ക്യാബിനറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ സീലിങ്ങിലൊക്കെ ജിപ്സം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായാലും ഇവിടെ എല്ലായിടത്തും ജിപ്സം സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാബിനറ്റുകളൊക്കെ ആ ഒരു കളർ തീം ആൻഡ് ആ ഒരു ഫീല് കിട്ടുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹുക്കാനോബ് കൊടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, പിന്നെ എല്ലാ ഏരിയകളും സിങ്കി ഭാഗത്തായിട്ട് വരുന്നുണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാളിൽ കൊടുത്തിട്ടുള്ളത് ടൈലാണ് കേട്ടോ. ഇതും ടൈൽ തന്നെയാണ്, കോട്ടും ടൈലായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. വിൻഡോയിൽ നിന്നും സെയിം ആ വ്യൂ ആണ്, ഒരു ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ തന്നെയാണ്. ഇനി നമുക്ക് പിന്നെ ഈ ഒരു ഭാഗത്ത് കയറി വന്നിരുന്ന കിച്ചൺ, നേരെ കിച്ചൺ ആണ്. അത് കഴിഞ്ഞ ഒരു ഫോയർ സ്പേസ് ആണ് കേട്ടോ. ഈ ഒരു ഫോയർ സ്പേസിലൂടെ നടന്നു പോയി ഭയങ്കര ഫീലാണ്. കാരണം ഇതിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സീലിംഗിൽ ജിപ്സം ചെയ്ത പോലെ തന്നെ അതിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാം കളർ ആണ് ലൈറ്റ് ഇവിടെ കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ഫീലും കിട്ടുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ടൊക്കെ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. സെയിം പാറ്റേൺ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ സെയിം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ PU പെയിന്റ് ആണ് അടിച്ചിട്ടുള്ളത്. വാഷ് ബേസിൻ ഏരിയ വരുന്നത് കുറച്ച് മാറിയിട്ടാണ്. ഇവിടെ ഒരു ഉള്ളിലേക്ക് തള്ളി നിൽക്കും വിധത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മിറർ കൊടുത്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ലക്സുറിയസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വാളിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ കിച്ചണിൽ കണ്ടിട്ടുള്ള സെയിം ടൈലാണ് ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ബെഡ്റൂം ആണ്. ഇതിൽ 2 ബെഡ്റൂമാണ് ടോട്ടൽ ഉള്ളത്. ഒരു ബെഡ്റൂം അവിടെയും ഒരു ബെഡ്റൂം ഇവിടെ വരുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ്. പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഗസ്റ്റ് ബെഡ്റൂം കാണാം. 360 330 ആണ് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത്. 1050 സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ ഇതിന്റെ റൂമിന്റെ സൈസും അതുപോലെ ചുരുങ്ങും. അപ്പോൾ എന്നാൽ ഭയങ്കരമായിട്ടൊരു ഫീൽ ഒന്നും ഇല്ല. കുറഞ്ഞ സ്ഥലം ഉള്ളെങ്കിലും അത് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫിനിഷിങ് ആയിക്കോട്ടെ. ഇവിടെ ഈ വാളിൽ ചെയ്തിട്ടുള്ളത് വാൾപേപ്പറിനെയാണ്. ഡിസൈൻ ചെറുതായിട്ട് മാറ്റുന്നുണ്ട്. ഒരു ഗോൾഡൻ ടച്ച് ഒക്കെ വരുന്നുണ്ട്. വാൾ പിക്ചറുകളും അതേപോലെ തന്നെ മെറ്റൽ ആർട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റും കാര്യങ്ങളൊക്കെ സീലിംഗിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പ്രൊഫൈൽ ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഗോൾഡൻ PU പെയിന്റ് ആണ് ആ ഒരു സീലിംഗിന്റെ ഭാഗത്തായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ട് വിൻഡോ വരുന്നുണ്ട്. വെന്റിലേഷൻ വേണ്ടിയിട്ട് ഒരു വിൻഡോ ആണ് ഇതിലുള്ളത്. പിന്നെ വാർഡ്രോപ്പ് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. കാരണം താഴെയായിട്ട് ഗ്രൂ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് മുകളിൽ ഭയങ്കര ഒരു മാറ്റ് ആൻഡ് ഗ്ലോസി മിക്സഡ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങിലാണ് ഇത് വരുന്നത്. ഇതൊക്കെ PU പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. മിറർ യൂണിറ്റ് വരുന്നുണ്ട്, അത് ഈ ഭാഗത്തായിട്ടാണ്. ഈ ഒരു സ്ഥലത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരു റൂമിലുണ്ട് കേട്ടോ. ഒരു ചെറിയ റൂമാണെങ്കിലും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മേക്കപ്പ് ഏരിയ യൂണിറ്റ് ആക്കിയിട്ട് ഇവിടെ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഹെഡ് പോർഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടിന്റെ ഹെഡ് പോർഷൻ ഒക്കെ സെയിം മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കളർ തീം ഒക്കെ ഒരു ബീച്ച് ആൻഡ് അതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വേരിയേഷൻ കളേഴ്സ് ആണുള്ളത്. 2 ഭാഗത്തായിട്ട് സൈഡ് ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. സൈഡ് ടേബിളിലൊക്കെ 2 അടിപൊളിയായിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ എലമെന്റ്സും ആണ് ഇവിടെ ലക്ഷറിയസ് ആയിട്ട് തോന്നിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാരണം വാം ലൈറ്റ് കൊടുത്തോണ്ടും പിന്നെ ഗോൾഡൻ കളർ വന്നുകൊണ്ടാണ്. ഇവിടെയും ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിന്റെ കാഴ്ചകൾ കാണാം. അതും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. 330 360 ആണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂം ആണ്. ഈ വാളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് TV യൂണിറ്റ് ആയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം പ്ലഗും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ വാൾപേപ്പർ ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് പെയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വാളിൽ ഇത് വാർഡ്രോപ്പാണ് വരുന്നത്. വാർഡ്രോപ്പ് കുറച്ച് ഉള്ളിലേക്ക് തള്ളിക്കുന്ന വിധത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഹാൻഡിൽസിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം അടിപൊളിയാണ്. ഈ വൈറ്റ് കളറിലാണ് ഈ ഒരു വാർഡ്രോപ്പ് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ട് വാർഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 2 ഡബിൾ ഡോറിന്റെ വാർഡ്രോപ്പാണ്. ഈ ഭാഗത്തായിട്ട് വിൻഡോ വരുന്നുണ്ട്. വിൻഡോക്ക് ഷിയർ കർട്ടൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ബീജ് ആൻഡ് വൈറ്റ് ടോണിലുള്ള കർട്ടൻ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 2 ഭാഗത്തായിട്ട് സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഡെക്കോർ എലമെന്റ് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഈ ഒരു ലക്ഷറിയസ് ഫീൽ കിട്ടും വിധത്തിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ഗ്രൂ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബെഡ് കോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബെഡ് കോട്ടിന് ഹെഡ് പോർഷൻ കുഷൻ ചെയ്തിട്ടുണ്ട്. ഫുൾ വാളിലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ. പിന്നെ സ്ട്രിപ്പ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തും ഈ ഭാഗത്തും സെയിം ആയിട്ടാണ് ഡിസൈൻ വരുന്നത്. കോട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മിറർ യൂണിറ്റ് ആ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. മിററിന് മറ്റേ റൂമിൽ നിന്നൊരു ഡിഫറെന്റ് ഫീൽ ചെയ്യാൻ മിറർ ഷേപ്പ് വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്
ഈ ഒരു മിററും കൊടുത്തിട്ടുള്ളത് ബാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂ ഡിസൈൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന ഫീൽ തന്നെയാണ് നമുക്കും കിട്ടുന്നത്. പിന്നെ ഇവിടെ മേക്കപ്പ് ഏരിയ യൂണിറ്റ് വരുന്നുണ്ട്, ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെയറും ഒക്കെ ആ ഒരു കളറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 1050 സ്ക്വയർ ഫീറ്റ്, ഭയങ്കര കുറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ എന്നാലോ അടിപൊളി ലക്ഷറിയസ് ഫീൽ കിട്ടുന്നത് നമുക്കിത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഓരോ എലമെൻറ്റും കളർ തീമും അതേപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വാഫ്റ്റ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത്. മാലാപ്പറമ്പ് ആൽമർദ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ക്ലയൻറ്റിൻ്റെ റിവ്യൂ നമുക്ക് ചോദിച്ചു നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവരെ ഈ ഫേമിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ്സ് നമ്മളെ കൂടെ ഉണ്ട്, പരിചയപ്പെടുത്തിയത് തുടങ്ങാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഫേമിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതും പിന്നെ നിങ്ങൾ ഈ വർക്കിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതും നമ്മളായിട്ട് ഷെയർ ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം, ഞാൻ ജയ്സൽ, എൻ്റെ വൈഫ് ഫാത്തിമ. നമ്മൾ അബ്രോഡ് സെറ്റിൽഡാണ്. ഫേമിലേക്ക് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ വാഫ്റ്റ് നിജാസ്, എനിക്ക് നിജാസിനെ ചെറുപ്പം മുതലേ പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് ഫ്ലാറ്റ് എടുക്കണമെന്ന കോൺസെപ്റ്റ് 2020 ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. 2021 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എൻ്റെ തീമും എൻ്റെ ഐഡിയകളും വൈഫിൻ്റെ ഐഡിയകളെല്ലാം ഇവരായിട്ട് ഷെയർ ചെയ്തു, ഇവരടുത്ത് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഒരു തവണ സൈറ്റ് കൊണ്ടുപോയി കാണിച്ചു. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരുടെ ഇൻപുട്ടും കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ട കാര്യങ്ങളായിട്ടുള്ള ടൈൽസിൻ്റെ സെലക്ഷൻസ്, കിച്ചണിൻ്റെ ഷേപ്പ് സെലക്ഷൻസ്, ആ കാര്യങ്ങളൊക്കെ ഇവർ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് ലാൻഡ്മാർക്കിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ബിൽഡപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ തീമിലേക്ക് ഫൈനലി ഒരു കൺക്ലൂഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റി. അപ്പം എന്നെ ചെറുപ്പം മുതലേ അറിയുന്ന ആളായതുകൊണ്ട് എൻ്റെ മൈൻഡിൽ ആദ്യം ഓൾറെഡി ഉണ്ട് അവൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ കാണലുണ്ട്. അപ്പോൾ അങ്ങനെ ഇവനെ തന്നെ ഏൽപ്പിക്കാൻ എന്നൊരു മൈൻഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മുമ്പേ ഞാൻ ഓൾറെഡി 1-2 തവണ ഒരു ഫ്ലാറ്റ് റിലേറ്റഡ് വർക്ക്സൊക്കെ അവൻ എനിക്ക് കാണിച്ചു തന്നായിരുന്നു, അതിലൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ അവരെ ഷെയർ ചെയ്ത സമയത്ത് അവരുടെ ഇൻപുട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പിന്നെ 3Dയിലേക്ക് എത്തുന്ന ആ സമയമാകുമ്പോഴത്തേക്കും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ തന്നെ ഇവരെ തന്നെ ഏൽപ്പിക്കാൻ എന്നുള്ള ഫൈനലൈസേഷൻ ചെയ്തു. അങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നത് നമ്മൾ. എൻ്റെ പേര് ഫാത്തിമ, വൈഫാണ്. ഞങ്ങൾ ഒരു മോനും കൂടെ ഉണ്ട് ഇവിടെ. അപ്പം ഇത് സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ വീട്ടിൽ പറഞ്ഞാൽ പോരാ. അതെന്ന് വെച്ചാൽ നമ്മളൊരു വീടെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡ്രീംസും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ എത്രയോ മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഇങ്ങനെ വേണം, ഹോൾ ഇങ്ങനെ ആയിരിക്കണം, കിച്ചൺ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവുമല്ലോ. പക്ഷേ അതിൽ കൂടുതലെന്ന് വെച്ചാൽ അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ ഡിസൈനറുടെ അടുത്ത് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്ന രീതിയിലാണോ അവരത് എടുക്കുന്നത്, ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ആൾ അബ്രോഡിലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുമ്പം നമുക്കൊരുപാട് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. പക്ഷെ അത് എന്താ പറയുക, അത് വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ദേ ഹാഡ് ഡൺ എ വെരി വണ്ടർഫുൾ ജോബ്. അങ്ങനെ നമുക്ക് തോന്നിയത്. എന്നുവെച്ചാൽ പെട്ടെന്ന് കളർ കോമ്പിനേഷൻ ആയിക്കോട്ടെ, പെയിൻറ്റിൻ്റെ കളർ കോമ്പിനേഷൻ ആയിക്കോട്ടെ, ഫേർണിച്ചേഴ്സ് ആയിക്കോട്ടെ, അതിൻ്റെ മെറ്റീരിയൽ ചൂസ് ചെയ്ത മെറ്റീരിയൽ ആയിക്കോട്ടെ, പിന്നെ എല്ലാം ഇതിൻ്റെ ഓരോ ഭാഗവും ഞങ്ങൾക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് വന്ന ആളുകളൊക്കെ കോംപ്ലിമെൻ്റ്, എല്ലാവരും ഇത് കളർ കോമ്പിനേഷനും ഫേർണിച്ചറും എല്ലാവരും എടുത്തു പറഞ്ഞിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് വർക്കിൽ. ഫേവറേറ്റ് എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ പ്ലേസ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, നിങ്ങൾക്ക് ഒരു കോമൺ ഏരിയ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് കിച്ചൺ ആയിരിക്കും ഇവിടെ. ഈ ഏരിയ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഏരിയ ആണ് ഡൈനിങ് ഏരിയ. പിന്നെ പാസേജിലുള്ള നമ്മളെ വാളിൽ ചെയ്ത വർക്ക്സും കാര്യങ്ങളും എല്ലാം ഫേവറേറ്റ് ആണ്. പിന്നെ സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യം ചോദിച്ചതുകൊണ്ട് ഈ ഒരു പോയിന്റ് പറയാണ്. ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഞാനിവിടെ ഇല്ലായിരുന്നു. ഇതിൻ്റെ ബേസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഞാനിവിടെ ഇല്ല. ഇവരും വാഫ്റ്റുമായിട്ട് കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും മൊത്തം എൻ്റെ വൈഫാണ്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, വൈഫ് ഇവർ ചെയ്ത വർക്ക് ഇൻ ബിറ്റ്വീനിൽ കാണണ്ട എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. കാരണം നമ്മുടെ ടീമും നമ്മുടെ ഐഡിയകളൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം 100% വർക്ക് കഴിഞ്ഞിട്ട് അത് മാത്രം ഡയറക്റ്റായിട്ട് കണ്ടാൽ മതി, വീഡിയോയും ഫോട്ടോസും ഒന്നും കാണണ്ട എന്നൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഹൗസിൻ്റെ ഇനാഗുറേഷൻ്റെ ഒരു 3 days മുമ്പാണ് ഞാൻ ലാൻഡ് ചെയ്യുന്നത് കോഴിക്കോട്. അപ്പം ഞാൻ നേരെ വന്നത് ഇവിടേക്കാണ്. അതിന് മുമ്പേ ഇവിടെ വന്ന് കംപ്ലീറ്റ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി എനിക്ക് ഫൈനൽ ഔട്ട്പുട്ട് ഡെലിവറി ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ളൊരു സെറ്റപ്പ് ആക്കിയതിന് ശേഷമാണ് ഞാനത് എൻ്റെ തീം എന്താണെന്നുള്ളത് ഞാൻ ഡോർ തുറന്ന് ഓപ്പൺ ചെയ്യുന്നത്. ആ ഒരു മൊമെൻറ്റിലെ ഹാപ്പിനെസ് ആണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. അത് അമേസിങ് ആയിരുന്നു. ക്ലയൻസ് ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.